നമസ്കാരം. സഹകാരി റൈസ് പ്ലേസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടിലെ അക്കൗണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ നോക്കിയായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലവും അതുപോലെ തന്നെ കുറച്ച് പ്രൊവിഷൻസും ആ പ്രൊവിഷൻസ് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് കഴിയും. പ്രോബ്ലം എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അക്കൗണ്ടിലോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, ഓരോ ഹെഡ്സിന് കീഴും എങ്ങനെയൊക്കെ എഴുതുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ 4 അക്കൗണ്ടുകളെ പറ്റി പറഞ്ഞിരുന്നു. റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ്, അങ്ങനെ 4 അക്കൗണ്ട്സിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഇനി അതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പ്രോബ്ലം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ ബാലൻസ് ഓഫ് 31st മാർച്ച്. ലാൻഡ് തന്നിട്ടുണ്ട് 3 lakh. ഔട്ട്ലേ ഓൺ ലാൻഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെ, ഇത് കഴിഞ്ഞ വർഷത്തെയാണ് 31st മാർച്ച് 2011. ഈ വർഷത്തത് എത്രയാണ്? 10,000. അതുപോലെ മെഷീനറി കഴിഞ്ഞ വർഷത്തത് 12 ലക്ഷം തന്നിട്ടുണ്ട്. ഈ വർഷത്തെ മെഷീനറി എന്ന് പറയുന്നത് 10,000 രൂപ. പിന്നെ മെയിൻസ്, ഇലക്ട്രിസിറ്റി കമ്പനി ആയതുകൊണ്ട് മെയിൻസ് കാണും, അതൊരു 4 lakh. കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തത് ഒരു 1 lakh വന്നിട്ടുണ്ട്. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഡിപ്രീസിയേഷൻ റിസർവ്, നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിൽ മാത്രം കാണുന്ന കാര്യമാണ് ഡിപ്രീസിയേഷൻ റിസർവ് എന്ന് പറയുന്നത്. പിന്നെ സൺട്രി ഡെറ്റേഴ്സ്, അതർ ഡെറ്റേഴ്സ്, കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, കോസ്റ്റ് ഓഫ് പബ്ലിക് ലാംപ്സ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, സെയിൽ ഓഫ് കറണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിരിക്കും, മാറിപ്പോയതായിരിക്കും. 2 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും വരാം, ചിലപ്പം 2 റേറ്റിലുള്ള ഇൻട്രസ്റ്റ്, അപ്പോൾ 2 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻറ്ററിം ഡിവിഡൻഡ്, നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ്, ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ജനറൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടാണ് പോകുന്നതെന്നും കൂടി നമുക്ക് ഇവിടുന്ന് അങ്ങ് പറഞ്ഞു പോവാം. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ലാൻഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്, ഇതും ഔട്ട്ലേ ഓഫ് ലാൻഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ കോളംനാർ ഫോമിൽ 3 എമൗണ്ടുകളും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട്, ഈ വർഷത്തെ എമൗണ്ട്, ടോട്ടൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനകത്ത് 3 ലക്ഷം എഴുതുക, ഡ്യൂറിങ് ദ ഇയറിനകത്ത് 10,000 എഴുതുക, രണ്ടും കൂടെ കൂട്ടി 3,10,000 ടോട്ടലും എഴുതുക. അങ്ങനെ വേണം എഴുതി പോകാൻ, അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് മെഷീനറി ക്യാപിറ്റൽ അക്കൗണ്ട്, ഔട്ട്ലേ ഓൺ മെഷീനറി ഡ്യൂറിങ് ദ ഇയർ ക്യാപിറ്റൽ അക്കൗണ്ട്, മെയിൻസ് കോസ്റ്റ് ലെയിങ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഔട്ട്ലേ ഓഫ് മെയിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡിബഞ്ചർ, സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്തിലാണ് വരുന്നത്? ജനറൽ ബാലൻസ് ഷീറ്റ്. ഡിപ്രീസിയേഷൻ റിസർവ് ജനറൽ ബാലൻസ് ഷീറ്റ്, സൺട്രി ഡെറ്റേഴ്സ് ജനറൽ ബാലൻസ് ഷീറ്റ്, അതർ ഡെറ്റേഴ്സ് ജനറൽ ബാലൻസ് ഷീറ്റ്. കാരണം എന്താണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഒക്കെയാണ് അല്ലേ. കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി എന്താ? എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് റവന്യൂ അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് പബ്ലിക് ലാമ്പ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റവന്യൂ അക്കൗണ്ട് ആണ്. അടുത്തത് മാനേജ്മെന്റ് എക്സ്പെൻസ് എന്താണ്? റവന്യൂ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ റവന്യൂ അക്കൗണ്ട്. സെയിൽ ഓഫ് കറണ്ട് റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ്, ഇൻറ്ററിം ഡിവിഡൻഡ്, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇതും നെറ്റ് റവന്യൂ അക്കൗണ്ട്. ബാലൻസ് ഓഫ് നെറ്റ് റവന്യൂ എവിടെ എടുക്കുക? നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്ത് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണ്? പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എഴുതി. ഇനി ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി എന്നും പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി എന്നും പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 70,000 രൂപ. എക്സ്പെൻസ് അല്ലേ? അപ്പോൾ നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി 70,000. നിങ്ങളിത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് ഇത് നോക്കുക. അല്ലാതെ ഇതിപ്പോൾ എനിക്ക് സ്ലൈഡ് മാറ്റിയേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മറിച്ച് കാണിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവത്തില്ല. അടുത്തത്
കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി. കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പബ്ലിക് ലാംപ്സ് തന്നിട്ടുണ്ടല്ലേ ഇവിടെ 10,000. പബ്ലിക് ലാംപ്സിൻ്റെ കാര്യം തന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 10,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ക്വസ്റ്റ്യനകത്ത് മിസ് ഔട്ട് ആയി പോയതായിരിക്കും ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റിയും ഒരു 10,000 ഉണ്ട്, അതും കൂടി എഴുതാം. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് പബ്ലിക് ലാംപ്സ് 10,000. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 24,000. ഏത് അക്കൗണ്ടിലോട്ട് പോകാനുള്ളതാ? റവന്യൂ അക്കൗണ്ടിലോട്ട് പോകാനുള്ളതാണ് അല്ലേ? അതും നമ്മൾ മാനേജ്മെൻറ്റ് എക്സ്പെൻസ് 24,000. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു 40,000. അതും നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ വരാനുള്ള എമൗണ്ട് ആണ് 40,000. ഓക്കെ, എന്നിട്ട് ഇനി ഇൻകം സൈഡിൽ സെയിൽ ഓഫ് കറണ്ട് ഉണ്ടോ എന്ന് നോക്കുക അല്ലേ? സെയിൽ ഓഫ് കറണ്ട് എത്രയാ? 2,60,000. സെയിൽ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 2,60,000 എമൗണ്ട് തന്നിട്ടുണ്ട്. അത് സെയിൽ ഓഫ് കറണ്ട് 2,60,000. ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. റെന്റ് ഓഫ് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ടും കൂടി ഉണ്ട് 10,000 രൂപ. എനിക്ക് ക്വസ്റ്റ്യനകത്ത് ടൈപ്പ് ചെയ്ത സമയത്തിനകത്ത് മിസ് ഔട്ട് ആയി പോയതാണ് ഇത് രണ്ടെണ്ണം. സോറി, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ റെന്റ് ഓഫ് മീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, മീറ്റർ റെന്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് നമ്മുടെ ഇൻകം ആണല്ലോ 10,000 രൂപ, അതും ഇൻകം സൈഡിൽ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ ബാലൻസ് ചെയ്യുക. ഇവിടെ ബാലൻസ് ചെയ്തപ്പോൾ 2,70,000, ഇവിടെ 2,70,000 എന്ന് ബാക്കിയുള്ള എമൗണ്ട് എല്ലാം കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,16,000. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ട്രാൻസ്ഫേർഡ് ടു നെറ്റ് റവന്യൂ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ആയിട്ടുള്ള നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് വേണം അത് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അടുത്ത എന്ത് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്? നെറ്റ് റവന്യൂ അക്കൗണ്ട്. നെറ്റ് റവന്യൂ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം കഴിഞ്ഞ വർഷത്തെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതാദ്യം ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നോ എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട്, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 57,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ബ്രോഡ് ഫോർവേഡ് ചെയ്ത് എഴുതുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കണ്ടോ? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, കാരണം റവന്യൂ അക്കൗണ്ടാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് അവിടുന്ന് കിട്ടിയ ബാലൻസ് നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ടല്ലേ ട്രാൻസ്ഫർ ചെയ്തത്? ഈ ബാലൻസ്, ഈ 1,16,000 രൂപ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കണം. ഈ സൈഡിലെ ബാലൻസ് ആയിരുന്നു. നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ എവിടെയാണ് കാണിക്കേണ്ടത്? ഇപ്പുറത്തെ സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ 1,16,000 രൂപ കാണിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യാനുള്ള മറ്റുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പറഞ്ഞിട്ടുണ്ട്, ഇൻ്ററിൻ ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, 2 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഉണ്ടായിരുന്നു, 10,000 വെച്ച് രണ്ടും കൂടി 20,000 രൂപ. ഇൻ്ററിൻ ഡിവിഡൻഡ് എത്ര ഉണ്ടായിരുന്നു? 40,000 രൂപ ഉണ്ടായിരുന്നു. അതും ഇവിടെ ആഡ് ചെയ്യുക. വേറൊന്നും ഇല്ലല്ലോ, വേറെ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,13,000. ഇത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ട്രാൻസ്ഫേർഡ് ടു എങ്ങോട്ടാ? ജനറൽ ബാലൻസ് ഷീറ്റ്. ജനറൽ ബാലൻസ് ഷീറ്റിലോട്ട് വേണം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ. ബാലൻസ് ക്യാരി ഡൗൺ എത്രയുണ്ട്? 1,13,000. ഓക്കെ ആണല്ലോ. അടുത്ത പ്രിപ്പയർ ചെയ്യേണ്ട എന്താ? റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, സിംപ്ലി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാം. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ സൈഡിലും 3 എമൗണ്ട് കോളം ഉണ്ട്. ആദ്യം എക്സ്പെൻഡിച്ചർ, അതിൻ്റെ 3 എമൗണ്ട് കോളം, പിന്നെ റെസീപ്റ്റ്, അതിൻ്റെ 3 എമൗണ്ട് കോളം. എമൗണ്ട് കോളത്തിൽ എന്താ? കഴിഞ്ഞ വർഷത്തത് അപ് ടു 31 മാർച്ച് 2011 കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് എഴുതാനുള്ള കോളം. ഡ്യൂറിങ് ദ ഇയർ ടോട്ടൽ, അതുപോലെ റെസിപ്റ്റിലും ഉണ്ട് അപ് ടു 31 മാർച്ച് 2011 ഡ്യൂറിങ് ദ ഇയർ ടോട്ടൽ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയി
എന്തൊക്കെ അസറ്റ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് എഴുതാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യം നമുക്ക് ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തുവാ? കഴിഞ്ഞ വർഷത്തെ ലാൻഡിൻ്റെ എമൗണ്ട് 3 ലക്ഷം, ഈ വർഷത്തത് 10,000 ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാം. കഴിഞ്ഞ വർഷത്തെ മെഷീനറി 12 ലക്ഷം, ഈ വർഷത്തത് 10,000 ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാൻ പറ്റും. പിന്നെന്താ? മെയിൻസ് കഴിഞ്ഞ വർഷത്തത് 4 ലക്ഷം, ഈ വർഷത്തത് 1 ലക്ഷം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് എഴുതാൻ പറ്റും. ഏത് സൈഡിലാണ്? എക്സ്പെൻഡിച്ചർ സൈഡിലാണ്. ഇതൊക്കെ അസറ്റ് അല്ലേ, ഫിക്സഡ് അസറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി നമ്മൾ സ്വരൂപിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ എടുത്ത് ചെലവഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ചെലവഴിക്കുന്നത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി ഷെയർ ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റൽ റൈസ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ എഴുതാനുള്ളത്. ഡിബഞ്ചർ, അതും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എവിടെ എഴുതാനുള്ളതാണ്? റെസിപ്റ്റ് സൈഡിൽ എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് ഈ വർഷത്തെ മാത്രമേ തന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തേതാണ്. ഈ വർഷത്തെ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്താ? കഴിഞ്ഞ വർഷം തന്നെ ഇഷ്യൂ ചെയ്തതാണെന്നുള്ള രീതിയിൽ ഈ വർഷം ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ തരാത്തത്. അപ്പോൾ ഈ വർഷത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് പോയി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, ലാൻഡ് കഴിഞ്ഞ വർഷം 3 ലക്ഷം ഉണ്ടായിരുന്നു, ഈ വർഷം 10,000, രണ്ടും കൂടി ചേർത്ത് 3,10,000. അടുത്തത് മെഷീനറി കഴിഞ്ഞ വർഷം 12 ലക്ഷം, ഈ വർഷം 10,000, രണ്ടും കൂടെ ചേർത്ത് 12,10,000. മെയിൻസ് കഴിഞ്ഞ വർഷം 4,000, ഈ വർഷം 1 ലക്ഷം, രണ്ടും കൂടി ചേർത്ത് 5 ലക്ഷം. ഓക്കെ. അടുത്തത് ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ 10,98,000, ഈ വർഷം ഇഷ്യൂ ചെയ്ത കാര്യമൊന്നും പറയുന്നില്ല. സോ അവിടെ ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് ഇടുക. ടോട്ടല് 10,98,000. ഡിബഞ്ചർ 4 ലക്ഷം തന്നിട്ടുണ്ട്, ഈ വർഷത്തെ കാര്യമൊന്നും പറയാത്തതുകൊണ്ട് ഒന്നും എഴുതണ്ട. എന്താ? ടോട്ടല് 4 ലക്ഷം. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. കഴിഞ്ഞ വർഷത്തത് ടോട്ടൽ ചെയ്യുക 19, ഈ വർഷത്തത് 1,20,000, ടോട്ടൽ 20,20,000. ഇവിടെയും അങ്ങനെ തന്നെ 14,98, രണ്ടിടത്തും ഒന്ന് തന്നെ, കാരണം ഈ വർഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് എമൗണ്ടും ഒരേപോലെയാണ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പം നമുക്ക് പ്രധാനം ഈ ടോട്ടൽ വാല്യൂ ആണ്. ഈ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ രണ്ട് എമൗണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ബാക്കി നമുക്ക് ബാലൻസ് ഷീറ്റിൽ ചെയ്യാം. ഓക്കെ. ഈ ടോട്ടൽ എമൗണ്ട് ആണ്, അല്ലാതെ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ഒന്നും അല്ല, ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി ചെയ്യുന്ന പോലെ ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട് വരയ്ക്കുക. അതിനുശേഷം ആദ്യം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് റെസീപ്റ്റ്സ്. നമ്മുടെ റെസീപ്റ്റ്സ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും ഒക്കെ എന്താണ്? ലയബിലിറ്റീസ് ആണ്. അപ്പം ഈ വരുന്ന എമൗണ്ട് എങ്ങോട്ടേക്കാണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലോട്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ് 14,92,000. അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അസറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിരുന്നു അല്ലേ. അപ്പോൾ അസറ്റെല്ലാം അസറ്റ് സൈഡിലല്ലേ. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 20,20,000. അത് രണ്ടും അങ്ങോട്ടേക്ക് ആദ്യമേ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റിസർവുകൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറണ്ട് അസറ്റുകൾ, കറണ്ട് ലയബിലിറ്റികൾ, ഇതെല്ലാം എടുത്തെഴുതുക. ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നു? സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. എത്രയാ? 2,000. ഡിപ്രീസിയേഷൻ റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷനും ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ ഫണ്ട് റിസർവും ഉണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ എടുത്തു? റവന്യൂ അക്കൗണ്ടിൽ എടുക്കണം. ഡിപ്രീസിയേഷൻ റിസർവ് ഫണ്ട് നമ്മൾ എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എടുക്കുക, 5 ലക്ഷം. പിന്നെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ജനറൽ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ സൺട്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്, അതർ ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്, ക്യാഷ് കറണ്ട് അസറ്റ്, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയിക്കോളും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. എളുപ്പമാണ് സത്യത്തിൽ. നമ്മുടെ കയ്യിൽ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ സത്യത്തിൽ ഇത് എളുപ്പമാണ്. എല്ലാം പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതി വെച്ചാൽ മതി, ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഇതാണ് ഇലക്ട്രിസിറ്റി കമ്പനി അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക,
പിന്നെ നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ജനറൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് ജനറൽ ബാലൻസ് ഷീറ്റിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസുകളും ജനറൽ ബാലൻസ് ഷീറ്റിൽ, റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് എവിടെയാണ് വരുന്നത്? നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ. തിരിഞ്ഞു പോവല്ലേ. ഇനി നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനീസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻസ് എന്ന് പറയുമ്പം ചില റിസർവുകളും അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അത് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇതിനകത്തുനിന്ന് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊവിഷൻസും നമുക്കൊന്ന് പറയാം. ആദ്യത്തേത് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ WDV മെത്തേഡ് അല്ല, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്. എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മാത്രമാണ് ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആയേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രകാരം ഏത് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മാത്രമാണ് നമ്മൾ എന്ത് ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് എത്ര, നമ്മുടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ എത്ര ശതമാനം വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 90% എമൗണ്ട് വരെയും നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡിപ്രീസിയേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺലി അപ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 90% ഓഫ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വിത്തിൻ ദെയർ ലൈഫ് ടൈം. ഒരു അസറ്റ് നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആ 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. 10 ലക്ഷത്തിൻ്റെ 90% എത്രയാണോ ആ കോസ്റ്റിൻ്റെ ലൈഫ് ടൈം വാല്യൂ വെച്ചിട്ടേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്താ, ഒരു അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 90% വരെയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് എങ്ങനെ ഡിപ്രീസിയേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഡിപ്രീസിയേഷൻ ഫണ്ട് റിസർവ് ഓപ്പൺ ചെയ്തിട്ട് ഈ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അതിലോട്ട് ക്രെഡിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അല്ലാതെ കൺസേൺഡ് അസറ്റ് എന്ന് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഫണ്ട് റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ഡിപ്രീസിയേഷൻ റിസർവ് ആൻഡ് ദ എമൗണ്ട് മേ ബി ഇൻവെസ്റ്റഡ് എയ്തർ ഇൻ ദ ബിസിനസ്. ആ ഡിപ്രീസിയേഷൻ റിസർവ് ഫണ്ടിലോട്ടുള്ള എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് ആണല്ലോ. അപ്പോൾ അതാണ് ഡിപ്രീസിയേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി കണ്ടിജൻസി റിസർവ്. കണ്ടിജൻസി റിസർവ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കണ്ടിജൻസി റിസർവ് ഈസ് വൺ കെപ്റ്റ് ഫോർ മീറ്റിംഗ് എനി കണ്ടിജൻസീസ്. പെട്ടെന്ന് അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണ്, ഒരു എമർജൻസി കേസ് വരുവാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എടുത്ത് ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്ടിലിറ്റി കൺസേൺസ് കീപ്പ് ചെയ്യുന്ന റിസർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിജൻസി റിസർവ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ കേസിൽ കമ്പൽസറി ആണ് കണ്ടിജൻസി റിസർവ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എത്ര എമൗണ്ടാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് കമ്പൽസറി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര എമൗണ്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇൻ ഇലക്ട്രിസിറ്റി കമ്പനീസ് എ സം നോട്ട് ലെസ് ദാൻ 1/4% ആൻഡ് നോട്ട് മോർ ദാൻ 0.5% of original cost of fixed asset must be transferred to contingency reserve until it becomes 5% of original cost. അതായത് നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് ഇപ്പം എല്ലാ ഫിക്സഡ് അസറ്റും കൂടി നമ്മുടെ കയ്യിൽ ഒരു 10 lakh ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ മിനിമം 1/4%, മാക്സിമം 1/2%. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാവാം. ഇതിൽ കുറയാനും പാടില്ല, ഇതിൽ കൂടാനും പാടില്ല. ഈ ഒരു എമൗണ്ട് നമുക്ക് കണ്ടിജൻസി റിസർവ് ആയിട്ട് കെപ്റ്റ് ചെയ്യണം. പക്ഷേ ഒരിക്കലും ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റിൻ്റെ 5% കൂടിപ്പോകും. അതായത് ഓരോ വർഷവും ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ അവസാനം അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 5%-ത്തേക്കാളും മേലെ പോകരുത്. അപ്പോൾ നമുക്ക് 5% ആവാൻ ഇതെന്ന് പറയുന്നത് ഒരു 0.25% അല്ലേ. ഇതൊരു 4 വർഷം ആകുമ്പോഴത്തേക്കും 1% ആവും. അങ്ങനെ ഒരു 5 വർഷം നമുക്ക് ചെയ്യാൻ പറ്റും.
കണ്ടിജൻസി റിസർവ് ഒരു അസറ്റിന്റെ മേലെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1/4 താഴേക്കും പോകാൻ പാടില്ല, 1/2 മേലേക്കും പോകാൻ പാടില്ല. ഇതിനിടയ്ക്ക് വരുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ കണ്ടിജൻസി റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇത് എന്തിന്റെ പെർസെൻറ്റേജാ? ഫിക്സഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിന്റെ 1/4%, നോട്ട് ലെസ് ദാൻ 1/4% ആൻഡ് നോട്ട് മോർ ദാൻ 1/2% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു കണ്ടിജൻസി റിസർവ്. എവിടെ വരെ? അൺടിൽ ഇറ്റ് ബിക്കംസ് 5%. ഒറിജിനൽ കോസ്റ്റ്, ഫിക്സഡ് അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 5% ആകുന്നത് വരെ ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ വർഷവും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. ആ 5% ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡെവലപ്മെന്റ് റിസർവ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് റിസർവ് ഇൻ ഇലക്ട്രിസിറ്റി കമ്പനി ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ഇൻകം ടാക്സ് ആൻഡ് സൂപ്പർ ടാക്സ് സേവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡെവലപ്മെന്റ് റിബേറ്റ് അലൗഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഡെവലപ്മെന്റ് റിസർവ്. അതായത് നമ്മുടെ കമ്പനിയുടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഈ ഡെവലപ്മെന്റ് റിസർവ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോൾ കുറച്ച് ടാക്സ് നമ്മൾ സേവ് ചെയ്യുമല്ലോ, പല പ്രൊവിഷൻസ് വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ പല സെക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് സൂപ്പർ ടാക്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഡെവലപ്മെന്റ് റിബേറ്റ് എന്നും പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മളെവിടെ കീപ്പ് ചെയ്യേണ്ടത്? ഡെവലപ്മെൻറ്റ് റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഷാൾ ബി calculated 0.5% of original cost of fixed asset until the cost of such reserve become 8%. നമ്മൾ നേരത്തെ കണ്ടിജൻസി റിസർവ് പറഞ്ഞ പോലെ തന്നെയാണ് ജനറൽ റിസർവ്. കണ്ടിജൻസി റിസർവിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 1/4% താഴെയും പോകാൻ പറ്റില്ല, 1/2% മേളിലും പോകാൻ പറ്റില്ല. ഇവിടെ അങ്ങനൊന്നും അല്ല. 1/2 ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിന്റെ 1/2% ആണ് നമ്മൾ ജനറൽ റിസർവിലോട്ട് മാറ്റി വെക്കേണ്ടത്. പക്ഷേ ആ ഒറിജിനൽ ഫിക്സഡ് അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 8% ആവുന്നത് വരെ അങ്ങനെ ചെയ്യാൻ പറ്റും. 8% എമൗണ്ട് 8% ഈക്വൽ ആവുമ്പോൾ നമ്മൾ ആ പദ്ധതി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതായത് പിന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ വർഷവും ഈ വർഷം 0.5% എടുത്തു, ഓക്കെ, അടുത്ത വർഷം വീണ്ടും 0.5% എടുത്തു, അപ്പോൾ എത്രയായി? 1%. അടുത്ത വർഷം വീണ്ടും 0.5% എടുക്കും, അപ്പോൾ എത്രയായി? 1.5%. അങ്ങനെ ഒറിജിനൽ ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുക. ഫിക്സഡ് അസറ്റിന്റെ 8% ആവുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് നിർത്തുക. അപ്പോൾ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ആവുന്നത് വരെ 0.5% വെച്ചിട്ട് ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കണ്ടിജൻസി റിസർവ് പറഞ്ഞു, ഡെവലപ്മെൻറ്റ് റിസർവ് പറഞ്ഞു, ജനറൽ റിസർവ് പറഞ്ഞു, പിന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത്. പുതുതായിട്ടുള്ള 3 റിസർവ് എന്ന് പറയുന്നത് കണ്ടിജൻസി, ഡെവലപ്മെൻറ്റ്, ജനറൽ. അടുത്തത് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്. ഇതിപ്പോൾ പറയുന്നതിനേക്കാളും നല്ലത് ഞാനൊരു പ്രോബ്ലം കഴിഞ്ഞ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്നാലും ഇപ്പോൾ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. ഈ റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ഡിസ്പോസിബിൾ സർപ്ലസിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവാണ് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്ന് പറയുന്നത്. ഈ റിസർവ് എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പനിയുടെ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റീസണബിൾ റിട്ടേൺ, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്, അതായത് ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് റീസണബിൾ റിട്ടേണിനേക്കാളും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കാശ് ആവശ്യമായിട്ട് വരുമ്പം ഈ റിസർവ് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിങ്ങനെ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെച്ചോ. ഇത് ഞാൻ സർപ്ലസിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു 3 റിസർവ് പറഞ്ഞു, കണ്ടിജൻസി, ജനറൽ റിസർവ്, ഡെവലപ്മെന്റ് റിസർവ്. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് അതെങ്ങനെയാണെന്ന് നോക്കാം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മിച്ചം അല്ലേ? മിച്ചം എന്നുള്ളതിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ കേസിൽ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആസ് ദ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ enjoy monopoly rights, there should be some restriction on utilization of profit. Restriction are so imposed that the customers should not be exploited for the benefit of shareholders. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിന് ഒരു മൊണോപ്പോളി ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം KSEB എന്ന് പറഞ്ഞ ഒന്നല്ലേ ഉള്ളൂ.
അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം ഒന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു മൊണോപ്പോളി ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അവർ കസ്റ്റമേഴ്സിനെ ഈ പിഴിഞ്ഞ് കാശ് മേടിക്കാൻ നോക്കും അല്ലേ. അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിൻ്റെ കാര്യത്തിൽ ഉണ്ട്. അങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷനാണ് റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് റീസണബിൾ റിട്ടേൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിൽ നിന്നും ഇലക്ട്രിസിറ്റി കൺസേണിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. നിയമം, ലോ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കമ്പനീസിന് വേണമെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷേഴ്സൊക്കെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നാണ് റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. ഇതേപോലുള്ള ഇലക്ട്രിസിറ്റി കൺസേൺസ് ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ RBI ഒരു റേറ്റ് പറയുന്നുണ്ട്, ഇത്ര ശതമാനം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2% കൂടി ഇട്ടിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ, അതായത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കമ്പനിയിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടോ അതിൻ്റെ ഇത്ര ശതമാനം പ്ലസ് കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കൊരു റീസണബിൾ റിട്ടേൺ ഉണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, റീസണബിൾ റിട്ടേണിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇത്രയും മതി, നിങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എത്ര പ്രോഫിറ്റ് വന്നാലും, ഇപ്പം എൻ്റെ കമ്പനിയുടെ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഞാൻ പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് 8 ലക്ഷം രൂപയാണ്. ആ എക്സസ് ആയിട്ടുള്ള 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതും ലോ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രയും മതി, ബാക്കി നിങ്ങൾക്ക് എത്ര കിട്ടിയോ ബാക്കിയുള്ള മിച്ച എമൗണ്ട് അല്ലോ സർപ്ലസ്, അതെങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് ലോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ റീസണബിൾ റിട്ടേൺ ഉണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ഡിവിഡൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തോ. അതിന് കഴിഞ്ഞിട്ടുള്ള 3 ലക്ഷം രൂപ എങ്ങനെ നിങ്ങൾ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് ലോയ്ക്കകത്ത് കിടപ്പുണ്ട്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി റീസണബിൾ റിട്ടേൺ എങ്ങനെയാണെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ റീസണബിൾ റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റീസണബിൾ റിട്ടേൺ എന്തൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് റീസണബിൾ റിട്ടേൺ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ഫസ്റ്റ് വൺ RBI റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ്. നമ്മുടെ ക്യാപിറ്റൽ ബേസ് എന്ന് പറയുമ്പം നമ്മുടെ ഷെയർസ്, ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വർക്കിംഗ് പ്രോഗ്രസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അതെന്തുവാണെന്ന് അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ക്യാപിറ്റൽ ബേസിൻ്റെ 2% പ്ലസ് RBI ഫിക്സ് ചെയ്യുന്നൊരു റേറ്റ് ഉണ്ടായിരിക്കും. RBI എല്ലാ പ്രാവശ്യവും ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. ആ റേറ്റിൻ്റെ കൂടെ 2% കൂടി കൂട്ടി അതിൻ്റെ ക്യാപിറ്റൽ ബേസിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക. അതാണ് നമ്മുടെ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം RBI പറയുന്നത് ഒരു 8% ആണെന്ന് വെച്ചോ. ഓക്കെ, 8% ആണ് RBI പറയുന്ന റേറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ 2% കൂടി കൂട്ടുമ്പം എത്രയാവും? 10% ആവും. അപ്പം ക്യാപിറ്റൽ ബേസിൻ്റെ 10% എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 10% ഓഫ് ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്ലസ് അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഡിബഞ്ചറിലോ എവിടെയെങ്കിലും നമ്മൾ ഗവൺമെൻറ് ബോണ്ട്സിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ബേസിൻ്റെ പെർസെൻറ്റേജ് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 0.5% മാത്രം, ഫുൾ എമൗണ്ട് അല്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 0.5% ആഡ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഉള്ള ഡിബഞ്ചർ എമൗണ്ടിൻ്റെ 0.5% ആഡ് ചെയ്യുക. ഡെവലപ്മെൻറ്റ് റിസർവ്, നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന, നമ്മൾ ടാക്സ് സേവ് ചെയ്ത് വെച്ചിട്ട് കീപ്പ് ചെയ്യുന്ന റിസർവ് ഉണ്ടല്ലോ, ആ ഡെവലപ്മെൻറ്റ് റിസർവിൻ്റെ 0.5% ആഡ് ചെയ്യുക.
ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ റീസണബിൾ റിട്ടേൺ. ഇതാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റീസണബിൾ റിട്ടേൺ കിട്ടുന്നത്. ഈ ഐറ്റംസ് ഒക്കെ ആദ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടി പഠിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് എളുപ്പമാണ്. ഒരു 2-3 വട്ടം റിപ്പീറ്റഡ്ലി കാണുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഫസ്റ്റ് എന്താണ്? RBI പ്ലസ് 2%. 2% എപ്പോഴും ഫിക്സഡ് തന്നെ ആയിരിക്കും. ഈ RBI റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. RBI റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകം പ്ലസ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ എല്ലാം 0.5% ആണ്. എന്താ? എവിടെന്നെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നോ മറ്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നോ എടുത്ത ലോണിൻ്റെ 0.5%, ഡിബഞ്ചറിൻ്റെ 0.5%, ഡെവലപ്മെൻറ്റ് റിസർവിൻ്റെ 0.5%. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? റീസണബിൾ റിട്ടേൺ കിട്ടും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എന്താ? RBI റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ്. ഇതിനകത്ത് ക്യാപിറ്റൽ ബേസ് എന്താണെന്ന് അറിയണ്ടേ? ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ബേസിൻ്റെ ഇത്ര ശതമാനം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ബേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ലെസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ബേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക. അതിനകത്ത് എന്തെങ്കിലും കസ്റ്റമേഴ്സ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ചിലപ്പം കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, അതുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ അല്ല മറ്റെന്തെങ്കിലും റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക. ഓക്കെ, എന്താണ്? ഫിക്സഡ് അസറ്റ് എടുക്കുക. ഒറിജിനൽ ഫിക്സഡ് അസറ്റിനകത്ത് കസ്റ്റമേഴ്സ് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തതുണ്ടെങ്കിൽ അത് കുറച്ച് കളയുക, എന്തെങ്കിലും റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അതും കുറച്ച് കളയുക. ബാക്കിയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇൻടാഞ്ചിബിൾ അസറ്റ് ആഡ് ചെയ്യുക. പിന്നെന്താ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കണ്ടിജൻസി റിസർവിനകത്തോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റോറ്, മെറ്റീരിയൽ, സപ്ലൈ അതിൻ്റെയൊക്കെ മന്ത്ലി ആവറേജ് ഉണ്ട്, അതിൻ്റെ മന്ത്ലി ആവറേജ് എമൗണ്ട് ആഡ് ചെയ്യുക. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോർസ്, മെറ്റീരിയൽ, സപ്ലൈ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കറണ്ട് അസറ്റിൽ സ്റ്റോക്കൊക്കെ കാണത്തില്ലേ, അതാ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഫിക്സഡ് അസറ്റിനകത്തുനിന്ന് കസ്റ്റമറിൻ്റെ കോൺട്രിബ്യൂഷനും റിട്ടേൺ ഓഫും ഉള്ളത് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ എടുക്കേണ്ടത് ഒരു റിസർവ് എടുക്കണം. ഏതാ? കണ്ടിജൻസി റിസർവ്. മറ്റേതിനകത്ത് ഏത് റിസർവ് ആയിരുന്നു? ഡെവലപ്മെൻറ്റ് റിസർവാണ് പറഞ്ഞത്. എന്തിനാ? റീസണബിൾ റിട്ടേണിനകത്ത്. ക്യാപിറ്റൽ ബേസിനകത്ത് ഏതാ എടുക്കേണ്ടത്? കണ്ടിജൻസി റിസർവ് എടുക്കണം. പിന്നെ ഉള്ളത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എടുക്കണം. പിന്നെ മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോർസ്, മെറ്റീരിയൽ, സപ്ലൈസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തൊരു എമൗണ്ട് കിട്ടുമല്ലോ, ആ എമൗണ്ടിനകത്തുനിന്ന് കുറച്ച് ഐറ്റംസ് ലെസ് ചെയ്യണം. കൺഫ്യൂസ്ഡ് ആവണ്ട, എളുപ്പമാണ്. ഒരു 2-3 വട്ടം ഇതൊന്ന് റിപ്പീറ്റഡ്ലി കേട്ടാൽ മതി, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ വട്ടം കേട്ടാൽ മനസ്സിലാവത്തൊന്നുമില്ല. അപ്പോൾ ക്യാപിറ്റൽ ബേസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്, അതിനകത്തുനിന്ന് കസ്റ്റമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക, റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുക, പ്ലസ് ഇൻടാഞ്ചിബിൾ എടുക്കുക, വർക്കിംഗ് പ്രോഗ്രസ് എടുക്കുക, കണ്ടിജൻസി റിസർവ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, മന്ത്ലി ആവറേജ് ഓഫ് സ്റ്റോഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഇത്രയും എടുക്കുക. ഇതിനകത്തുനിന്ന് എന്തൊക്കെയാണ് കുറച്ച് കളയേണ്ടത്? ഫിക്സഡ് അസറ്റ് വരുമ്പോൾ ഓഫ് കോഴ്സ് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറച്ച് കളയണം. അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നും ഇല്ല. പിന്നെ എവിടെന്നെങ്കിലും നമുക്ക് ലോൺ അഡ്വാൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. കാരണം ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറയുമ്പോൾ, ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ 2 കോടി 3 കോടിയൊക്കെ കാണും. അതിനകത്തുനിന്ന് നമ്മുടെ ലയബിലിറ്റീസ് വരുന്ന മേജർ ലയബിലിറ്റീസ് എല്ലാം കുറയ്ക്കുക. അപ്പോൾ ലോൺസ് കുറയ്ക്കുക, ഡിബഞ്ചർ കുറയ്ക്കുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അത് കുറയ്ക്കുക. പിന്നെ ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിനകത്ത് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് കുറയ്ക്കുക. ഡെവലപ്മെൻറ്റ് റിസർവ് എമൗണ്ട് കുറയ്ക്കുക. ഇത്രയും എമൗണ്ട് കുറച്ച് കഴിയുമ്പം
ഒരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ബേസ് എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ബേസിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 8% RBI റേറ്റ് എങ്കിൽ 2% കൂടി കൂട്ടി 10%. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 10% എടുത്തിട്ട് ബാക്കി ഇത്രയും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനുള്ള. അപ്പോൾ എന്തൊക്കെയായിരുന്നു കുറയ്ക്കാനുള്ളത്? പ്രധാനമായിട്ടും എവിടുന്നെങ്കിലും ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റിനകത്തുനിന്ന് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എവിടുന്നെങ്കിലും അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഡിബഞ്ചർ കുറയ്ക്കണം. കസ്റ്റമേഴ്സിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കുറയ്ക്കണം. പിന്നെ ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്, ഡെവലപ്മെൻറ്റ് റിസർവ്, ഇത് രണ്ടും കുറച്ച് കളയണം. അപ്പോൾ ഇത്രയും എമൗണ്ട് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ ബേസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു ടേമാണ് ക്ലിയർ പ്രോഫിറ്റ്. ക്ലിയർ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രോഫിറ്റിനെയാണ് നമ്മൾ, അതായത് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നമുക്ക് ടാക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻകം, ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അപ്രോപ്രിയേഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്, ക്ലിയർ പ്രോഫിറ്റ് കിട്ടും. അപ്പം നമ്മുടെ സർപ്ലസ് ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ റീസണബിൾ റിട്ടേൺ എന്താണെന്ന് പറഞ്ഞു. റീസണബിൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലോ പറയുന്നുണ്ട് ഒരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിന് ഇത്രയാണ് റീസണബിൾ റിട്ടേൺ. നിങ്ങൾക്ക് ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് എക്സസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുവാണ്. അതായത് എൻ്റെ അടുത്ത് പറയുവാണ് നിങ്ങളുടെ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 5 lakh ആണ്. ഓക്കെ, പക്ഷെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 lakh ആണ്. അപ്പോൾ എൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്? ലോ പറയുന്നുണ്ട് 5 ലക്ഷമാണ് നിങ്ങളുടെ റീസണബിൾ റിട്ടേൺ. പക്ഷേ എനിക്ക് പ്രോഫിറ്റ്, ടാക്സ് എല്ലാം കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് 8 ലക്ഷമാണ്. അപ്പം എൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh ആണ്. ഓക്കെ, ഈ 3 lakh ഞാൻ എന്ത് ചെയ്യണം? 5 ലക്ഷമേ എനിക്ക് എടുത്തു റീസണബിൾ റിട്ടേൺ ആയിട്ടുള്ളത് എനിക്ക് ഷെയർ ഹോൾഡേഴ്സിനും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യുന്നത് ആ 5 ലക്ഷത്തിനേ പറ്റൂ. ബാക്കിയുള്ള 3 ലക്ഷം എൻ്റെ സർപ്ലസ് ആണ്. ആ സർപ്ലസ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ സർപ്ലസ് എമൗണ്ട് ഇപ്പോൾ എൻ്റെ 3 ലക്ഷം രൂപയുണ്ട്. അപ്പം എക്സസ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സർപ്ലസ് എമൗണ്ട് എടുക്കുക. 3 ലക്ഷം ഉണ്ട്. ഈ സർപ്ലസ് എമൗണ്ട് മുഴുവനും നമുക്കെടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സർപ്ലസ് എമൗണ്ടിനകത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന റീസണബിൾ റിട്ടേണിൻ്റെ 20% എത്രയുണ്ടെന്ന് നോക്കും. റീസണബിൾ റിട്ടേണിൻ്റെ 20% എത്രയുണ്ടെന്ന് നോക്കും. ഇപ്പോൾ റീസണബിൾ റിട്ടേണിൻ്റെ 20% എന്ന് പറയുമ്പോൾ ഒരു 2 lakh വരുന്നെന്ന് വെച്ചോ. ഓക്കെ, റീസണബിൾ റിട്ടേണിൻ്റെ 20% എന്ന് പറയുന്നത് 2 lakh വന്നു. ആ 2 lakh നമ്മൾ കസ്റ്റമേഴ്സ് റിബേറ്റ് റിസർവ്, അതായത് കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന പോലെയാണ് അത്. കസ്റ്റമേഴ്സിൻ്റെ റിബേറ്റ് റിസർവിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ബാക്കിയുള്ള 1 ലക്ഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്പോസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ 3 ലക്ഷം രൂപ സർപ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് 3 ലക്ഷം എടുത്ത് ഡിസ്പോസ് ചെയ്ത് കളയത്തില്ല. 3 ലക്ഷം അവിടെ കീപ്പ് ചെയ്യുക ആദ്യം. എന്നിട്ട് റീസണബിൾ റിട്ടേണിൻ്റെ 20% എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കും. ആ എമൗണ്ട് എടുത്ത് കസ്റ്റമേഴ്സ് റിബേറ്റ് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഡിസ്പോസ് ചെയ്ത് കളയത്തുള്ളൂ. കൺഫ്യൂസ്ഡ് ആവണ്ട, പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കിയുള്ള എമൗണ്ട് എത്രയായിരുന്നു? ഇവിടെ 1 lakh ആയിരുന്നു. ഈ 1 lakhൻ്റെ 1/3% കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം 1/3% കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റീസണബിൾ റിട്ടേണിൻ്റെ 5% ഓഫ് റീസണബിൾ റിട്ടേൺ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് കുറഞ്ഞ എമൗണ്ട് എത്രയാണെന്ന് നോക്കും. ചിലപ്പം 1/3% ഓഫ് സർപ്ലസ് ആയിരിക്കും കുറഞ്ഞ എമൗണ്ട്, അല്ലെങ്കിൽ 5% ഓഫ് റീസണബിൾ റിട്ടേൺ ആയിരിക്കും കുറഞ്ഞ എമൗണ്ട്. ഇത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതായത് ഇലക്ട്രിസിറ്റി കമ്പനിക്ക് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഒരു 30,000 രൂപ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കി 30,000 രൂപ അങ്ങനെ പോയി. ബാക്കി എത്രയുണ്ട്? 70,000 രൂപയുണ്ട്. ഓക്കെ, ഈ 70,000 രൂപയുടെ പകുതി എത്ര വരും? 35,000 രൂപ വരും. ഈ 70,000 രൂപയെ പകുതിയാക്കും. 35,000 വരും. ഒരു 35,000 എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്. ടാരിഫ് ആൻഡ്
ഡിവിഡൻഡ് കൺട്രോൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വരുമെന്ന്. ബാക്കിയുള്ള ബാലൻസ് സർപ്ലസിൻ്റെ പകുതി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്തിനാണ് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് ഈ റീസണബിൾ റിട്ടേണിനേക്കാളും കുറഞ്ഞു പോവുകയാണെന്നുള്ള ഒരു ഗതി വരുവാണെങ്കിൽ ആ സമയത്തെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ നമുക്ക് റീസണബിൾ റിട്ടേൺ ഇത്രയും വരെ ആവാമെന്ന് പറയുന്നുണ്ട്, അതിലും താഴെ നമ്മുടെ പ്രോഫിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ടിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലോട്ട് പോവും, ബാക്കി പകുതി കൺസ്യൂമർ റിബേറ്റ് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി 35,000 എന്ന് പറയുന്നത് കൺസ്യൂമർ റിബേറ്റ് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് പ്രൊവിഷൻസ് വരുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഡിസ്പോസൽ ഓഫ് സർപ്ലസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റീസണബിൾ റിട്ടേൺ ആണ്. റീസണബിൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ലോ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി കമ്പനിക്ക് ഇത്രയും മതി റിട്ടേൺ ആയിട്ട്, ഇത്ര ശതമാനം മതി, അതാണ് റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ട, അങ്ങനെ ഏൺ ചെയ്താൽ അത് കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്ന് ലോ പറയുന്നുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നത്. ആ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് എത്രയാണെന്ന് അറിയണം. ക്യാപിറ്റൽ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ എല്ലാം കോസ്റ്റ് എടുക്കുക. അതിൻ്റെ കയ്യിൽ ആ കോസ്റ്റിനകത്തുനിന്ന് കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഫിക്സഡ് അസറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, എന്തെങ്കിലും റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ബാക്കിയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, കണ്ടിജൻസി റിസർവ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും സ്റ്റോക്ക് മന്ത്ലി ആവറേജ്, സ്റ്റോക്കിൻ്റെ മന്ത്ലി ആവറേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇത്രയും എമൗണ്ട് കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിനകത്തുനിന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്ത് കളയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കണം. പിന്നെ എവിടെന്നെങ്കിലും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം, ഡിബഞ്ചർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, കസ്റ്റമേഴ്സിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, പിന്നെ ഡിവിഡൻഡ് ആൻഡ് ടാരിഫ് കൺട്രോൾ റിസർവിൽ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കളയണം, ഡെവലപ്മെൻറ്റ് റിസർവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ച് കളയണം. ഇത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ ബേസ് എത്രയാണെന്ന് മനസ്സിലാവും. ഈ ക്യാപിറ്റൽ ബേസും കൂടി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ RBI പറഞ്ഞിരിക്കുന്ന റേറ്റ് ഫോർ എക്സാമ്പിൾ 8% ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2% കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 10% ഓൺ ക്യാപിറ്റൽ ബേസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ഈ 8% ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അത് മാറിക്കൊണ്ടിരിക്കും. ക്വസ്റ്റ്യനിൽ ഇപ്പം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് തന്നിരിക്കും എത്രയാണെന്ന്. അപ്പം RBI റേറ്റ് പ്ലസ് 2% ഓൺ ക്യാപിറ്റൽ ബേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഗവൺമെൻറ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ഇൻകം കിട്ടും. ആ ഇൻകം ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ 0.5% ഓഫ് ലോൺ, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 0.5% ആഡ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ ആ ഡിബഞ്ചർ എമൗണ്ടിൻ്റെ 0.5% ആഡ് ചെയ്യുക. ഡെവലപ്മെൻറ്റ് റിസർവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെയും 0.5% ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും ഒരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്താൽ പിന്നെ ചെയ്യേണ്ടത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റ് എത്ര. ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻഡിച്ചർ അപ്രോപ്രിയേഷൻസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ഇവിടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് എൻ്റെ ക്ലിയർ പ്രോഫിറ്റ് എൻ്റെ കമ്പനിയുടെ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 lakh ആണ്. പക്ഷേ റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 5 ലക്ഷമാണ് കിട്ടിയത്. അപ്പം 5 ലക്ഷം വരെ എനിക്ക് റീസണബിൾ റിട്ടേൺ ഉള്ളൂ, ബാക്കിയുള്ളത് എൻ്റെ സർപ്ലസ് ആണ്. അപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപ സർപ്ലസ് വന്നു. ഈ 3 ലക്ഷം മൊത്തവും സർപ്ലസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് ഡിസ്പോസ് ചെയ്ത് കളയത്തില്ല. 3 ലക്ഷത്തിനകത്ത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന റീസണബിൾ റിട്ടേണിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യും. 20% ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപയാണ് കിട്ടിയത്.
ഓക്കെ, ആ 2 ലക്ഷം രൂപ ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? കസ്റ്റമേഴ്സ് റിബേറ്റ് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. റീസണബിൾ റിട്ടേണിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്തിട്ട് കസ്റ്റമർ റിബേറ്റ് റിസർവിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ബാലൻസും ഡിസ്പോസ് ചെയ്യുന്നതിന് ഒരു റൂളുണ്ട്. എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്? അതായത് ബാലൻസ് ഇപ്പോൾ 1 ലക്ഷം എമൗണ്ട് ഉണ്ട്, അതിൻ്റെ 1/3 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് അതിൻ്റെ 1 ലക്ഷത്തിൻ്റെ 1/3 എടുത്തപ്പോഴത്തേക്ക് ഒരു 42,000 കിട്ടിയെന്ന് വെച്ചോ. ഓക്കെ, 1 ലക്ഷത്തിൻ്റെ 1/3 42,000 കിട്ടിയെന്ന് വെച്ചോ. 5% ഓഫ് റീസണബിൾ റിട്ടേൺ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30,000 കിട്ടി. ഇതിനകത്ത് ഏതാണ് ചെറുതെന്ന് നോക്കും. ഇവിടെ 30,000 അല്ലേ ചെറുത്, അപ്പം ഞാൻ 30,000 രൂപ എടുക്കും. എടുത്തിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? കമ്പനിക്ക് കൊടുക്കുന്ന രീതിയിൽ, അതായത് കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് എടുക്കുന്നത്? ഒന്നുകിൽ 1/3% ഓഫ് സർപ്ലസ്, അല്ലെങ്കിൽ 5% ഓഫ് റീസണബിൾ റിട്ടേൺ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റീസണബിൾ റിട്ടേണിൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനകത്ത് ഏതാണോ കുറവ് അത് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ 1 ലക്ഷത്തിൽ നിന്ന് ഇവിടെ കുറവ് 30,000 ആയിരുന്നു. ഈ 30,000 രൂപ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി 1 ലക്ഷത്തിൽ 70,000 രൂപയുണ്ട്. ആ 70,000 രൂപയെ പകുതിയാക്കി ഒരു പകുതി ഡിവിഡൻഡ് ആൻഡ് ടാരിഫ് കൺട്രോൾ റിസർവിന് കൊടുക്കും, ഒരു പകുതി കൺസ്യൂമർ റിബേറ്റ് റിസർവിലോട്ട് കൊടുക്കും. ഇങ്ങനെയാണ് സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്ന് പറയുന്നത് സർപ്ലസിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന, അതായത് കമ്പനിക്ക് മിച്ചമുണ്ടാകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു റിസർവ് ആണ് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്ന് പറയുന്നത്. ഈ റിസർവ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ക്ലിയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് റീസണബിൾ റിട്ടേണിനേക്കാളും താഴേക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ടാരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസിൻ്റെ ഒരു പാർട്ട് നമുക്കിവിടെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.